ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലീനു സ്റ്റോക്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു എന്നാക്കി കേട്ടോ ചാനലിൻ്റെ ആ ഒരു ഹാൻഡിൽ. വേറെ ഒന്നും കൊണ്ടല്ല, ഇൻസ്റ്റഗ്രാമിലും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിലും അങ്ങനെ തന്നെ കൊടുക്കാമെന്നങ്ങ് വിചാരിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. മീൻസ് എന്തിനാണ് ഞാനിത് തുടങ്ങുന്നത്. ഇപ്പം പിന്നെ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ വീഡിയോസ് ഞാനിങ്ങനെ പല പല ടൈപ്പ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഞാനിങ്ങനെ എവിടെയൊന്നും ഇങ്ങനെ പോവാറൊന്നുമില്ല. പിന്നെ ഇങ്ങനെ എക്സിബിഷൻസും അങ്ങനെയൊക്കെ വരുമ്പോഴത്തെ അങ്ങനത്തെ വ്ളോഗ്സൊക്കെ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ വീട്ടിലിരിക്കുന്ന വ്ളോഗ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ചിലപ്പം മടുപ്പ് വരുമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഷോർട്സ് മാത്രം ഇടാം, പിന്നെ കുറേശ്ശെ കുറേശ്ശെ വീക്ക്ലി വല്ലതൊന്നും വ്ളോഗ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഡെയിലി എപ്പോഴും എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. മറ്റ് ചാനൽസിൻ്റെ കൂട്ട് ഞാനങ്ങനെ ഈ ബ്രാൻഡ് കൊളാബറേഷൻസോ പ്രൊമോഷൻസോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് എനിക്കതങ്ങോട്ട് പറ്റുന്നില്ലടോ. അതാണ് മെയിൻ പ്രശ്നം. മീൻസ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് അതുപോലെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടേ അതൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഞാൻ ഇതിലൊന്നും അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. കൊടുക്കണം, പക്ഷേ ഞാൻ ഫുൾ ടൈം ഈ ഒരു വർക്കിനകത്ത് തന്നെ ഇരിക്കുന്നൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി എന്നില്ല, ഒരാളാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ വിചാരിക്കും എന്ത് കണ്ടൻറ് എന്തിടും എന്നിങ്ങനെ വിചാരിക്കും. പക്ഷേ അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഇട്ടങ്ങ് പോവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് വോട്ട് എടുക്കാനല്ല, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം വോട്ടില്ല. പഞ്ചായത്ത് വോട്ടാട്ടോ, പാർലമെൻറ്റിൻ്റെ അല്ല നിയമസഭയുടെ അതായില്ലെന്ന് തോന്നും. ഞാനിങ്ങനെ ന്യൂസൊന്നും കാണത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ ന്യൂസും കാണാനേ പറ്റത്തില്ല. അമ്മാതിരി സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. എങ്കിലും കാരണങ്ങളൊക്കെ നമുക്കറിയാം. എന്നാലും ഞാൻ അങ്ങനെ ന്യൂസുകൾ അങ്ങനെ അങ്ങ് കാണത്തില്ല. കാണാതിരിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സമാധാനത്തിനും ഒക്കെ എനിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് മാത്രം വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നപ്പോഴത്തേക്കും സാധാരണ നേരത്തെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്നതായിരുന്നു. പക്ഷേ എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും, അറിയില്ല. നീ തിരക്കണം. ഞാൻ ചുമ്മാ അറിഞ്ഞ കേട്ടോ. അപ്പം അച്ഛനും അമ്മയ്ക്കുമാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അപ്പം ഞാൻ ചുമ്മാ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്, വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇന്നത്തെ എന്തായാലും വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം നമുക്ക് പോകാം. പിന്നെ വേറൊരു കാര്യം, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമല്ലേ, ചുമ്മാ ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും ഒരു ഹൈപ്പൊക്കെ തന്നേക്ക്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഒരു ഞായറാഴ്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ചൂടും തണുപ്പും ഉള്ളൊരു കാലാവസ്ഥ സിറ്റുവേഷനൊക്കെ ആയിട്ട് ഈ ഒരു തണുപ്പെന്ന് പറഞ്ഞേക്കുന്ന ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ ഒരു തണുപ്പ് നമ്മുടെ ആ ഒരു വീട്ടിലെപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം അതുപോലെയൊക്കെയാണ്. മഴയാണെങ്കിൽ അങ്ങ് മഴയാണ്, വെയിലാണെങ്കിൽ അങ്ങ് വെയിലാണ്, തണുപ്പാണെങ്കിൽ അങ്ങ് തണുപ്പാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കാലാവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമില്ലാത്ത ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. എനിക്ക് ഈ ഫോൺ കാണുമ്പോഴത്തേക്കും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇവിടെ നിന്നൊക്കെ ഇല്ലാത്ത ചിരികളൊക്കെ ആട്ടോ വരുന്നത്. അതേസമയം വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിരിക്കത്തില്ല, മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. എനിക്ക് സംസാരിക്കണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ ഞാനങ്ങനെ സംസാരിക്കാറില്ല. അതിൻ്റെ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവത്തിൻ്റെ ഒരു രീതി ആയിരിക്കാം, എനിക്കറിയില്ല. നമുക്ക് എല്ലാവർക്കും ഓരോരോ നമ്മുടെ വീടുകളിൽ ഇഷ്ടപ്പെട്ട ഓരോ പോർഷൻസ് ഉണ്ടല്ലോ. ചിലരുടെ ആ ഒരു റൂമായിരിക്കാം, ചിലരുടെ ആ ഒരു എൻവയോൺമെൻ്റ് ഒക്കെ ആയിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പോർഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത് 3 പോർഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഒന്നെന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു ഏരിയ ആട്ടോ. മീൻസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഏരിയ, അത് ചുറ്റും ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടി ഇങ്ങനെ വെട്ടം ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്ക് അത് നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് എനിക്കിങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ മേളിലൊരു പോർഷനുണ്ട് ജാതിമരം നിൽക്കുന്നിടത്തും, ആ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വീട്ടിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും കിടന്നുറങ്ങുന്ന ആ ഒരു സോഫയാട്ടോ എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത്. അപ്പം പിന്നെ ഞാനാണെങ്കിൽ കാറയിലൊക്കെ കയറി അതിൻ്റെ ഇടയ്ക്കൊരു വണ്ടി അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് സ്പേസ് കൊടുത്തിട്ട് കാറിങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ
മീൻസ് ഇവിടൊന്നും അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. മീൻസ് സിറ്റി പോലെയല്ല. മീൻസ് സിറ്റിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സ്പിരിറ്റ് നമുക്ക് കയറുമല്ലോ. ആ ഒരു എലക്ഷൻ്റെ ആ ഒരു അനുഭവം ഒരു അനുഭൂതി നമുക്ക് കിട്ടുമല്ലോ. ഇത് ശരിക്കും അങ്ങനെയല്ല. നോർമലി ഇതുപോലാണ് പോയിക്കൊണ്ടിരുന്നത്. തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളതാണ്ട് ഈ ഒരു ചെറിയൊരു അംഗനവാടി കെട്ടിടത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ബസ്സിലും കാറിലും ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുമെങ്കിലും ഞാനങ്ങനെ ഇറങ്ങിക്കയറി അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലെ അംഗനവാടി ഇതല്ലായിരുന്നു കേട്ടോ. ഞാൻ വേറെ ഏതോ ഒരു സ്ഥലമായിരുന്നു ഞാൻ ഉദ്ദേശിച്ച് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് സ്കൂളായിരുന്നു, ഇതായിരുന്നു അംഗനവാടി. അപ്പോൾ എനിക്ക് രണ്ടും തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. നമ്മൾ വോട്ട് ചെയ്ത ആ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു പള്ളിയുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അവിടെ നല്ലൊരു വീടുണ്ട് കേട്ടോ. എനിക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ പോകുമ്പോൾ ഞാൻ കാണിക്കാം ആ ഒരു ഇലക്ഷനിൽ നിൽക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥികളെയൊക്കെ. അപ്പം 3 വിഭാഗങ്ങളാണ്. LDF, UDF, BJP. സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നും അങ്ങനെ തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പാർട്ടീസൊന്നും ഇല്ല കേട്ടോ. മീൻസ് നമ്മളെന്ന് പറയുന്നത് സത്യവും നീതിയും മനുഷ്യത്വം എന്നിവ കാര്യങ്ങളൊക്കെ കൂടിച്ചേർന്ന് എവിടാണോ നിൽക്കുന്നത് അവിടെ നിൽക്കാനാണ് എനിക്കും താല്പര്യം. ആ ഒരു ഇതാണ്. കാരണം അതിലാണ് ഈ 3-ലാണ് എൻ്റെ ഒരു കോൺസെൻട്രേഷൻ എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നു വീഡിയോയിൽ നിന്നുള്ള എനിക്കും അറിയാം. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു വാട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നിരിക്കട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ആൾക്കാരെയൊക്കെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും നല്ലതിനും ആശംസിച്ചുകൊണ്ട് ബൈ.